ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടിലെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിന് കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റേഷൻ്റെ കണ്ടോ, നമ്മുടെ അമൃത് ഭാരത് സ്കീമിൻ്റെ ഭാഗമായിട്ട് ഫുൾ റീഡെവലപ്മെൻ്റ് ആട്ടോ. എല്ലാം ഫുൾ കുത്തിപ്പൊളിച്ച് അലമ്പായി കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റേഷനായിട്ട് വരും. കോഴിക്കോടിന് തന്നെ ഒരു മുഖച്ഛായ മാറ്റാൻ പോകുന്നൊരു സ്റ്റേഷൻ കൂടി കേട്ടോ ഇത്. നിങ്ങൾ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഓട്ടോറിക്ഷയും അതുപോലെ ടാക്സിയും കിട്ടുന്നതായിരിക്കും. ഫുൾ ടൈം എല്ലാ വണ്ടികളും കിട്ടുന്നതായിരിക്കും. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴുള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം സ്റ്റേഷനായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത സ്റ്റേഷൻ ഇതായിരുന്നു. ഇവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടികൾക്കാണ് കോഴിക്കോട് പോയി കയറുക. ആദ്യത്തെ റിസർവേഷൻ കൗണ്ടറും അതുപോലെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ അതെ ഫുൾ കംപ്ലീറ്റ് എല്ലാം ഈ ഒരു ഫ്രണ്ട് ഭാഗം മൊത്തം ഇപ്പോൾ പൊളിഞ്ഞ് കിടക്കുകയാണ്. പൊളിഞ്ഞ് കിടക്കുക വെച്ചാൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഇടതുവശത്തായിട്ട് നമ്മുടെ ATM ടിക്കറ്റ് മെഷീൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരാളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് സ്വയം എടുക്കാവുന്നതാണ്. പിന്നെ ആ ഭാഗത്തായിട്ട് ഒരു മിൽമയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ആ കാണുന്നതാണ് കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന റൂട്ട്. ഈ ഡയറക്ഷനാണ് ഷൊർണൂർ തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന റൂട്ട്. മൊത്തം 2 പ്ലാറ്റ്ഫോമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. പിന്നെ 4 ട്രാക്കും. FRK എന്നാണ് ഈ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത്. പിന്നെ സമയം ഇപ്പം 6:25 6:45 നമ്മുടെ ട്രിവാൻഡ്രം മംഗലാപുരം എക്സ്പ്രസ്സിൻ്റെ ടൈം ഇവിടെ. അതിപ്പോൾ ഏതാണ്ട് കൊയിലാണ്ടിക്ക് കഴിഞ്ഞ് കോഴിക്കോട് എത്താറായിട്ടുണ്ട്. ചെറിയൊരു ഡിലേ ഉള്ളൂ. ബാക്കി ഇനി വണ്ടിക്ക് റെഡി കാണിക്കാം കേട്ടോ. വേഗം ദൂരത്ത് നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഒരു 13 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വണ്ടി വരുന്നത്. സ്വാഭാവികമാണ്. ഈ വണ്ടി ഏറ്റവും കുറഞ്ഞ ഡിലേ ആണ് ഈ 13 മിനിറ്റൊക്കെ. ഒരു WAP4 ലോക്കോമോട്ടീവ് തന്നെയാണ്. പിന്നെ ട്രാവൽ ചെയ്യുന്ന കോച്ച് സെക്കൻഡ് AC ആണ് കേട്ടോ. സെക്കൻഡ് ACയിൽ A1 കോച്ചാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ തിരക്ക് കണ്ടില്ലേ. ഈ വണ്ടിയുടെയും നമ്മുടെ തിരുവനന്തപുരം ഇതേതാട്ടോ ഞാൻ ട്രാവൽ ചെയ്യുന്ന കോച്ച് A1 2 ടയർ. ഇനി ഈ വണ്ടിയുടെ അകത്തോട്ട് കയറാം. വണ്ടി എടുത്തോട്ട് അവിടെ നിന്ന് ഓക്കെ ബൈ ഫറൂഖ്. പിന്നെ തിരിച്ച് വരാം. പിന്നെ സ്വന്തം നാട്ടിൽ നിന്നും ഒരു മടക്കം. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുക കേട്ടോ. ഈ വണ്ടിക്ക് പിന്നെ
അറിയാലോ, നല്ല അറേഞ്ച് പോകുന്ന സ്റ്റോപ്പാണ്. ഒരുപാട് സ്റ്റോപ്പുകളുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ പിന്നെ ഈ മംഗലാപുരത്ത് നിന്ന് കയറി തിരുവനന്തപുരം വരെയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കയറി കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. അല്ലാതെ ഇടയ്ക്ക് വെച്ച് പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബോറടി ആയിരിക്കും. പക്ഷെ എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വണ്ടി കൂടിയാണ്. അതേ പരപ്പനങ്ങാടി എത്തി. പരപ്പനങ്ങാടിയിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. പിന്നെ അത് AC കോച്ച് ആയതുകൊണ്ടായിരിക്കാം ഇവിടെ RPF കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലീപ്പറിലും ബാക്കി ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണെന്നുള്ള അവസ്ഥ അറിയില്ല. ഒരു മൊത്തത്തിൽ എല്ലാ കോച്ചിനും കൂടി ഒരാളാണെന്ന് തോന്നുന്നു. 2 കോച്ചിനും കൂടി ഒരാൾ അങ്ങനെ എന്തോ നിലയിലാണ് തോന്നുന്നു കേട്ടോ കണ്ടത്. ಏನು ಗೊತ್ತಾ, ಏನು ಬಿಸ್ನೆಸ್ ಸ್ಟಾರ್ಟ್ ಮಾಡೋದು ಲೇಟ್ ಮಾಡೋದಾಗಲ್ಲ. ಯಾಕೆ ಗೊತ್ತಾ, ನಮ್ಮದೆಲ್ಲ ಹೋಲ್ಸೇಲ್ ಸಿಕ್ತು, ನಮಗೆ ಡೈರೆಕ್ಟ್ ಸುಮ್ಮನೆ ಇಟ್ಕೊಂಡಿದ್ದೆ ಒಂದು ഇവിടെയൊക്കെ അമൃത് ഭാരതിൻ്റെ പണി നടക്കുന്നുണ്ട്. ലൈറ്റ് പിടിച്ചൊന്നുമില്ല സ്റ്റേഷൻ ഈ ഭാഗത്തൊന്നും. ನೋಡಿ ಎಲ್ಲ ಎಷ್ಟು ಮಾಡ್ತೀನಿ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ചെറിയ ചെറിയ സ്റ്റേഷൻ കാണിച്ചാൽ ബോറടിക്കില്ല. സ്റ്റേഷനുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ തൃശ്ശൂർ ഇറങ്ങുകയും ചെയ്യും. അത് വളരെ ചെറിയ ഷോർട്ട് ജേണിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള മെയിൻ സ്റ്റേഷൻസ് തിരൂർ, പിന്നെ ഷൊർണൂർ തുടങ്ങിയ സ്റ്റേഷനുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയർ ആണ് കേട്ടോ. വാഷ് ബേസിനും കാര്യമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ ബാത്റൂമിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് വെസ്റ്റേൺ സ്റ്റൈൽ ബാത്റൂമാണ്. അവിടെയൊക്കെ ഫ്ലോർ ആണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യാതൊരു വൃത്തികേടോ കാര്യമൊന്നും ഇല്ലാതെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു 2 ടയർ കോച്ചാണ്. അതിൻ്റെ വൃത്തി അവരെന്തായാലും കാണിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റാണ്. ഇതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് വാഷും കാര്യമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും യാതൊരു കുഴപ്പമില്ല. നമുക്കിനി കോച്ചിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. എനിക്ക് കിട്ടിയ സീറ്റ് കാണിക്കാൻ പറ്റിയില്ല. അവിടെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പം മറ്റുള്ള ആളുകൾക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ. നോർമൽ ICF 2 ടയർ കോച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. 2010 ഉണ്ടാക്കിയിട്ടുള്ള ICFൻ്റെ കോച്ചാണ്. ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് 7 ആയിരുന്നു കാണിച്ചത്. ഞാൻ സൈഡ് ലോവർ കൊടുത്തിട്ട് പ്രിഫറൻസ് കൊടുത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയപ്പം 13 ക്യാബിനിലാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, സാരമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരായിരുന്നു, ഫുള്ളായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സീറ്റിൻ്റെ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇതാക്കുന്നുണ്ട്. ഹാൻഡ് വാഷും കാര്യമെല്ലാം ഉണ്ട്. അല്ലേ, ഹാൻഡ് വാഷൊക്കെ വരുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റാണ്, യാതൊരു കുഴപ്പമില്ല. വെള്ളം വരുന്നുണ്ട്. വണ്ടി നല്ല പോക്കാട്ടോ, നല്ല സ്പീഡിൽ പറത്തി അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരൂർ എത്തിട്ടോ. തിരൂർ ഏത് കാലം വന്നാലും ഈ ഒരു ഭാഗത്ത് ഒരിക്കലും വെളിച്ചമുണ്ടാവില്ല. ഇനി വർക്കായാലും ശരി അല്ലെങ്കിലും ശരി. കണ്ടോ, ഒരു ആകെ ഒരൊറ്റ ലൈറ്റ്, പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് ദൂരെ ഒരു ലൈറ്റ്. എവിടെയും ലൈറ്റോ കാര്യം ഒന്നുമില്ല. ആൾക്കാരൊക്കെ എന്താ അവസ്ഥയല്ലേ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് തിരൂർ. മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന്. എന്നിട്ട് പോലും ഇവിടെ അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല.
പിന്നെ ഈ വണ്ടിയിൽ പാൻട്രി ഇല്ല, പക്ഷേ ഓൺ ബോർഡ് പാൻട്രി സർവീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവരുടെ അടുത്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുഡ് തരുന്നതായിരിക്കും. പാൻട്രി കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഈ വണ്ടിക്കില്ല, പക്ഷേ ഓൺ ബോർഡ് പാൻട്രി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്നും ഫുഡ് വാങ്ങാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നേരം ഇവിടെ ഇട്ടിട്ട് വണ്ടി ഇവിടെ നിർത്തും കേട്ടോ. എന്തിനാണോ എന്തോ വെറുതെ പിടിച്ചിട്ടത്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. പോകുന്ന കൂട്ടം മൊത്തം ജനറലിൽ കയറാൻ വേണ്ടിയുള്ള തിരക്കാണ്. എൻ്റെ പൊന്നെ, ഇടിച്ചു കുത്തിയ ആൾക്കാരാട്ടോ ജനറലിൽ കയറാനായിട്ട്. ഷോ ഓക്കെ, ഇതിൻ്റെ ഒരു അവസ്ഥ. നിറച്ചു ആൾക്കാരാട്ടോ ജനറലിൽ കയറാനായിട്ട്. ഇതിനകത്ത് കാല് കുത്താൻ സ്ഥലമില്ല. ഫ്രണ്ടിലെ 3 ജനറലും ബാക്കിൽ 2 ജനറലും ആണുള്ളത്. എന്നിട്ടും കൂടി അതിലെ അവസ്ഥ ഉണ്ടല്ലേ. പിന്നെ ഈ ഒരു കോച്ച് ആണല്ലേ, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിലും കയറാൻ പാടില്ല. ഈ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ജനറൽ തിരക്കാണെങ്കിൽ ഇതിൽ കയറാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയാണ് മംഗലാപുരത്ത് ചെന്നിട്ട് മംഗലാപുരം LTT മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. 12619 എന്ന് പറഞ്ഞിട്ടാണ് മത്സ്യഗന്ധയുടെ നമ്പർ. ഇതിൻ്റെ നമ്പർ 16348. ഈ വണ്ടിയാണ് അപ്പോൾ മത്സ്യഗന്ധയായിട്ട് പോകുന്നത്. റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിക്ക് LSB കോച്ച് സാങ്ഷൻ ആയിട്ടാണ്, പക്ഷേ ഇതുവരെ LSBയിലോട്ട് വണ്ടി കൺവേർട്ടർ ആയിട്ടില്ല. അതിൻ്റെ കോച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ പേപ്പർ വർക്കൊക്കെ ഓക്കെ ആയെന്നാണ് കേട്ടത്. പക്ഷെ നിലവിൽ ഇപ്പോഴും ISAF തന്നെയാണ് ഈ വണ്ടി പോകുന്നുള്ളത്. ഈ റോഡിൻ്റെ ഒരു വാപ്പ് 4 ലോക്കമാണ് കേട്ടോ. അതിനകത്ത് ഞാൻ നോക്കി, അതിനകത്ത് ഫുള്ള് പൊടി പിടിച്ചിരിക്കുന്നതാണ്, ഒരു സാധനം കാണാൻ വയ്യ. അപ്പോൾ ഈ റോഡിൻ്റെയാണ് നമ്മുടെ ലോക്കോ വരുന്നത്. ഷൊർണൂർ ജംഗ്ഷൻ. പിന്നെ ഷൊർണൂർ എങ്ങനെയാണ് ജംഗ്ഷൻ ആയെന്നല്ലേ, ഷൊർണൂരിൽ നിന്ന് 3 ലൈൻ തിരിഞ്ഞുകൊണ്ട് ഒന്നിപ്പോൾ നമ്മൾ വന്ന എന്താ പറയുക മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ലൈനും, പിന്നെ പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് ഒരു ലൈനും, പിന്നെ ഇവിടുന്ന് ഷൊർണൂർ നിലമ്പൂർ റോഡിലേക്കുള്ള ലൈനും ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആയത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും ഷൊർണൂരാണ്. മൊത്തം 7 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ കോച്ച്. 2010 മെയ്ഡ് കോച്ചാണ്. അതിനകത്ത് ഫ്രണ്ടിൽ എന്താ പറയുക 10 എന്ന് എഴുതിയിട്ടില്ലേ, അങ്ങനെ കണ്ടാൽ അത് 2010 എന്നാണ്. പിന്നെ ഈ SR എന്നിട്ടിട്ടുള്ളത് ഏത് സോണിൻ്റെ കോച്ചാണെന്ന് അറിയാനായിട്ടോ. ഇതിപ്പം സൗത്തേൺ റെയിൽവേയുടെ കോച്ചാണ്. സദേൺ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ കോച്ചാണ് കേട്ടോ അത്. പിന്നെ അതേ അവിടെ കണ്ടില്ലേ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. 110 kmph ആണ് ഈ കോച്ചിൻ്റെ
പെർമിറ്റബിൾ സ്പീഡ്, അതിൻ്റെ മുകളിലേക്ക് ഇതിന് സ്പീഡ് എടുക്കാൻ പറ്റില്ല. അവിടെ വന്ദേ ഭാരത് വരുന്നുണ്ട്, തിരുവനന്തപുരം ടു ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഈ വരുന്നത് എറണാകുളം അജ്മീർ മരിസാഗർ എക്സ്പ്രസ് ആണ്. ട്രെയിൻ നമ്പർ 12977. എല്ലാ ഞായറാഴ്ചയും എറണാകുളം ജംഗ്ഷനിൽ നിന്നും വൈകിട്ട് 6:50 എടുത്തിട്ട് തിങ്കൾ ചൊവ്വാഴ്ച വൈകിട്ട് 3:25 കൂടി ഈ വണ്ടി അജ്മീറിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്ക് രാജസ്ഥാനിലെ അജ്മീറിലേക്കൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നല്ലൊരു വണ്ടിയാണിത്. കൊങ്കൺ റെയിൽവേ വഴി പോകുന്ന വണ്ടിയാണ്. ആ വണ്ടി ഷൊർണൂരിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അതിൻ്റെ ലോക്കോമോട്ടീവ് ഏത് ഷെഡിൻ്റെയാണെന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഒരു WAP7 ലോക്കോമോട്ടീവ് ആയിരുന്നു. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, LED ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പം ചില ലോക്കോസിനൊക്കെ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. നല്ല പവറുള്ള ലൈറ്റാണത്. കണ്ണിലേക്ക് അടിച്ച് കയറി വരുന്നു കേട്ടോ. ശരിക്കും അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല പവറുള്ള ഹെഡ്ലൈറ്റാണത്. യാത്ര ഇവിടെ തീർന്നിരിക്കുകയാണ്. ഫറോക്കിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ളൊരു ചെറിയൊരു യാത്രയായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് അധികം കാഴ്ചകളും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ തൃശ്ശൂർ എത്തിച്ചേർന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുള്ള ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്നിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേര്